Hi dear students, good morning to all. How are you? Again, I'm hoping all are fine. Okay. In the last class we had completed our first chapter. Today we are entering to a new chapter. Okay. Let us begin. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ എടുത്ത് തുടങ്ങുകയാണല്ലേ. ഓക്കെ, all of you ready? First of all of you take your textbook and page number 214. 214-ാമത്തെ പേജ് എടുക്കുക. ഓക്കെ, 214-ാമത്തെ പേജ്. Then name of our chapter is chapter number 2, Coastal Plains and Islands, the last physical feature of our country, India. Okay, others we had studied in the earlier classes. Okay, today we are discussing about the last geographical feature or physical feature of our country, India. That's coastal plains and islands. Okay, both are studying in this chapter. Then listen. Okay, chapter number 2, coastal plains and islands. Coastal plains and islands. Then let us begin. Okay, you can see a yellow column. Okay, if you look at the first one, name the two groups of Indian islands. Indian islands in the രണ്ട് ഗ്രൂപ്പുകളായിട്ടുള്ളത് ഏതൊക്കെയാണ്? Name the two groups of Indian islands. Okay, second one, what do you think is best thing about living in a coastal area? ഒരു കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സൂപ്പറാണെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള ഒരു കാരണം ഏതാണ്? വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ലിവിങ് എ കോസ്റ്റൽ ഏരിയ? ഓക്കെ, അവിടെ ജീവിക്കുന്നത് നല്ല ഉഷാറാണ്, സൂപ്പറാണെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള ഒന്നോ രണ്ടോ കാരണങ്ങൾ എഴുതുക. ഓക്കെ, തേർഡ് വൺ, നെയിം ദ 3 വാട്ടർ ബോഡീസ് ദാറ്റ് സറൗണ്ടഡ് ഇന്ത്യ. ഇന്ത്യയെ ചുറ്റിയിരിക്കുന്ന 3 വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ്? ഓക്കെ, ഇന്ത്യൻ്റെ 3 ഭാഗത്തും എന്താണ് വാട്ടർ ബോഡീസാണ്. മുകൾ ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഉള്ളൂ. 3 ഭാഗവും എന്താണ് വാട്ടർ ബോഡീസാണ്. അത് ഏതൊക്കെയാണെന്ന് എഴുതാൻ. ഓക്കെ, നെയിം ദ 2 ഗ്രൂപ്പ്സ് ഓഫ് ഇന്ത്യൻ ഐലൻഡ്സ്. ഇന്ത്യൻ ഐലൻഡ്സിൻ്റെ 2 ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഓക്കെ, സെക്കൻഡ് വൺ, വാട്ട് ഡു യു തിങ്ക് ഇസ് ബെസ്റ്റ് തിങ് അബൌട്ട് ലിവിങ് ഇൻ എ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയ അതായത് തീരപ്രദേശത്ത് കടലിൻ്റെ അടുത്തൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രക്കും എന്താ പറയുക ബെസ്റ്റ് തിങ് ആണെന്ന് തോന്നാനുള്ള കാരണങ്ങൾ എഴുതാൻ. തേർഡ് വൺ, നെയിം ദ 3 വാട്ടർ ബോഡീസ് ദാറ്റ് സറൗണ്ടഡ് ഇന്ത്യ. ഇന്ത്യയെ ചുറ്റിയിരിക്കുന്ന 3 വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഓഷ്യൻസ് ആണെന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഓക്കെ, ആ ചിത്രത്തിൽ തന്നെ കാണാം ഇന്ത്യയുടെ 3 ഭാഗവും എന്താണ് വാട്ടർ ബോഡീസ് ആണ് അല്ലേ. Then map of India showing the coastal plains and islands. ഇതൊക്കെയാണ് മാപ്പ് ഷോയിങ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഐലൻഡ്സും അതുപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിൻസും പച്ച കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. All of you look at the. Okay. Then turn to next page. We are entering to the chapter. India has a long coastline along its peninsula. ഓക്കെ, വലിയൊരു തീരരേഖ. കോസ്റ്റ് ലൈൻ മീൻസ് തീരരേഖ. ഓക്കെ, തീരപ്രദേശത്തുള്ള ആ ഒരു കടൽ അവസാനിക്കുന്ന ആ ഒരു ഏരിയ. ഓക്കെ, ഇന്ത്യ ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ അലോങ് ഇറ്റ്സ് പെനിൻസുല. പെനിൻസുല മീൻസ് ഉപദ്വീപ്. ഓക്കെ, അങ്ങനത്തെ സ്ഥലത്ത് ഇന്ത്യക്ക് നല്ല വലിയൊരു എന്തുണ്ട് കോസ്റ്റ് ലൈൻ ഉണ്ട്, തീരരേഖയുണ്ട്. ബോർഡറിങ് ദ അറേബ്യൻ സീ ഓൺ ദ വെസ്റ്റ്. അതിൻ്റെ അറേബ്യൻ സീയുടെ തീരമാണൊന്ന്, അറേബ്യൻ സീ ആണ് ഒന്നിൻ്റെ ബോർഡർ. ആൻഡ് വെസ്റ്റ് ഓൺ ദ വെസ്റ്റ് ആൻഡ് ബേ ഓഫ് ബംഗാൾ ഓൺ ദ ഈസ്റ്റ്. ഈസ്റ്റിൽ ബേ ഓഫ് ബംഗാളും വെസ്റ്റിൽ അറേബ്യൻ സീയും. ഓക്കെ, ദ 2 കോസ്റ്റ് മീറ്റ് അറ്റ് ഇന്ത്യൻ ഓഷ്യൻ. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ്. ഓക്കെ, ദ 2 കോസ്റ്റ് മീറ്റ് അറ്റ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇത് രണ്ടും എന്താ പറയുക മീറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഓഷ്യനിലാണ്. ഓക്കെ, ഇന്ത്യ ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ അലോങ് ഇറ്റ്സ് പെനിൻസുല ബോർഡറിംഗ് ദ അറേബ്യൻ സീ ഓൺ ദ വെസ്റ്റ് ആൻഡ് ബേ ഓഫ് ബംഗാൾ ഓൺ ദ ഈസ്റ്റ്. ദ 2 കോസ്റ്റ് മീറ്റ് അറ്റ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. ഓക്കെ, പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ, തീരപ്രദേശ ഏരിയാസ്. ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. The western coastal plains begin from the Gulf of Kanjach
ഗൾഫ് ഓഫ് കഞ്ചച്ച്. ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഭാഗം കടലിനാൽ ചുറ്റപ്പെട്ട പ്രദേശം. അവിടെ ഗൾഫ്. എ നാരോ പാർട്ട് ഓഫ് സീ ദാറ്റ് എൻഡേഴ്സ് ദ ലാൻഡ്. ഓക്കെ, എ നാരോ പാർട്ട് ഓഫ് സീ ദാറ്റ് എൻഡേഴ്സ് ടു ലാൻഡ്. അതാണെന്ത്? മറ്റേ പെനിൻസുലിയാണ്. അത് പീസ് ഓഫ് ലാൻഡ് വിത്ത് വാട്ടർ ബോഡീസ് 3 സൈഡ്സ്. അത് പെനിൻസുലിയാണ് കേട്ടോ. ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നാരോ പാർട്ട് ഓഫ് സീ ദാറ്റ് എൻഡേഴ്സ് ദ ലാൻഡ്. ഓക്കെ, ഒരു ഭാഗം മാത്രം കടലിൽ നിന്നും കരയിലേക്ക് എത്തുന്ന ആ ഒരു പ്രദേശമാണ് എന്ത്? ഗൾഫ്. ഓക്കെ, ഗൾഫ് ഓഫ് കഞ്ചച്ച്. ദ വെസ്റ്റേൺ കോസ്റ്റ് പ്ലെയിൻസ് ബിഗിൻ ഫ്രം. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഗൾഫ് ഓഫ് കഞ്ചച്ച് ഇൻ ഗുജറാത്ത് ആൻഡ് മൂവ് സൗത്ത് വേർഡ്സ് എലോങ് ദ വെസ്റ്റേൺ ബോഡീസ് ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, എവിടെ തുടങ്ങുന്നത്? എവിടെ നിന്നാണ്? ഗൾഫ് ഓഫ് കഞ്ചച്ച് ഇൻ ഗുജറാത്ത് ആൻഡ് മൂവ് സൗത്ത് വേർഡ്സ്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്താ പറയുക, മൂവ് ചെയ്യുന്നത് എവിടെ വരെ? എലോങ് ദ വെസ്റ്റേൺ ബോർഡേഴ്സ് ഓഫ് മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള ആൻഡ് കേരള ടു കന്യാകുമാരി. ഓക്കെ, ദ സൗത്തർ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ ഇന്ത്യൻ മിഡ്ലാൻഡ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ബിഗിൻ ഫ്രം ഗൾഫ് ഓഫ് കഞ്ചച്ച്. അവിടുന്ന് എന്താ പറയുക? ഗൾഫ് ഓഫ് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കഞ്ചച്ചിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ സൗത്ത് വേർഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് അത് എന്താ പറയുക പോകുന്നത്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ടു കന്യാകുമാരി. ഓക്കെ, ദെൻ ഇതൊക്കെ ഏതാണ്? ദ സൗത്തർ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ മിഡ്ലാൻഡ്. ഓക്കെ, ഇന്ത്യൻ മിഡ്ലാൻഡിൻ്റെ സൗത്തർ മോസ്റ്റ് പാർട്ടാണ്, ടിപ്പാണ് ഏത്? ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ. മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആൻഡ് കേരള ടു കന്യാകുമാരി. ഇതൊക്കെ സൗത്തർ മോസ്റ്റ് ടിപ്പാണ്. ഓക്കെ, ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഈസ് ബൗണ്ട് ബൈ ദ അറേബ്യൻ സീ ഓൺ ദ വെസ്റ്റ് ആൻഡ് ദ മൗണ്ടൻസ് ഓഫ് വെസ്റ്റേൺ ഗാസ്റ്റ് ഓൺ ദ ഈസ്റ്റ്. ഓക്കെ, എന്താണ്? ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ബൗണ്ടഡ്. എന്താ പറയുക? അതിൻ്റെ അതിര് കാണിക്കുന്നത് ഇതിലാണ്. ദ അറേബ്യൻ സീ ഓൺ ദ വെസ്റ്റ് ആൻഡ് ദ മൗണ്ടൻസ് ഓഫ് വെസ്റ്റേൺ ഗാഡ്സ് ഓൺ ദ ഈസ്റ്റ്. അണ്ടർലൈൻ ചെയ്യുക. അതായത് ഇതിൻ്റെ അതിര് കാണിക്കുന്നത് എവിടേക്കാണ്? അറേബ്യൻ സീ. വെസ്റ്റ് അറേബ്യൻ സീയും ഈസ്റ്റ് എവിടെയാണ്? വെസ്റ്റേൺ ഗാഡ്സ് ഓഫ് ഓൺ ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റേൺ മൗണ്ടൻസ് ഓഫ് വെസ്റ്റേൺ ഗാഡ്സ്. അതിൻ്റെ മൗണ്ടൻസ് ആണ് ഒരു ഭാഗത്ത് അറേബ്യൻ സീ ആണ് കേട്ടോ. ഓക്കെ, the western coastal plains is divided into 3 main parts. Okay, western coastal plains 3 തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. The northern part is Gujarat or Saurashtra coast. The middle is the Konkan coast and the southern part is called the Malabar coast. 3 coast ആണ്. ഒന്നാമത്തെ സൗരാഷ്ട്ര കോസ്റ്റ്, സെക്കൻഡ് വൺ കൊങ്കൺ കോസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മലബാർ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അതാണ് പഠിക്കാൻ പോകുന്നത്. 3 division ഓഫ് കോസ്റ്റ് ലൈൻസ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പഠിക്കണം. ഓക്കെ, ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ പാർട്സ്. ദ നോർത്തേൺ പാർട്ട് ഈസ് ഗുജറാത്ത് ഓർ സൗരാഷ്ട്ര കോസ്റ്റ്. ദ മിഡിൽ ഈസ് കൊങ്കൺ കോസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സദേൺ പാർട്ട് ഈസ് കാൾഡ് ദ മലബാർ കോസ്റ്റ്. നമ്മളുടെയൊക്കെ മലബാർ കോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നുമില്ല, തീരപ്രദേശങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് പിന്നെ എന്താ പറയുക, തുടങ്ങുന്നത് എവിടെയാണ്, എൻഡ് ചെയ്യുന്നത് എവിടേക്കാണ്, അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതിൻ്റെ വെസ്റ്റ് എന്താണ്, ഈസ്റ്റ് എന്താണ്, അത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, ശരിക്കും മനസ്സിലാവും. ഓക്കെ, ദെൻ ഗുജറാത്ത് കോസ്റ്റ് ഓർ സൗരാഷ്ട്ര കോസ്റ്റ്. ഫസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകും കേട്ടോ. Western coastal plains. Okay, here again 3 division. First one, Saurashtra coast. Second one, Konkan coast. And last one, Malabar coast. And last one is Malabar coast. Okay, first one Gujarat or Saurashtra coast. First one. Then we will learn പഠിക്കാൻ പോകുന്നത്. Okay, the Gujarat coast lies between Gulf of Kachch and Gulf of Khambat. ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് ഓഫ് കഞ്ചച്ച് ആൻഡ് ഗൾഫ് ഓഫ് കമ്പത്ത്.
ദ സോയിൽ ഹിയർ ഈസ് വെരി ഫെർട്ടൈൽ. ഫലഭൂഷമായിട്ടുള്ള മണ്ണാണുള്ളത്. ജോവർ, ബജ്ര, വീറ്റ്, കോട്ടൺ, ഗ്രൗണ്ട്നട്ട് ആൻഡ് ടൊബാക്കോ ആർ ഗ്രോൺ ഹിയർ. ഇതൊക്കെയാണ് ഇവിടെ വളർത്തുന്നത്. കൺല ഈസ് മേജർ പോർട്ട് ഇൻ ദിസ് റീജിയൻ. കൺല എന്ന് പറയുന്നതാണ് മേജർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പൊക്കെ ആളുകളൊക്കെ കയറ്റാനും സാധനങ്ങൾ ഇറക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നിർത്തുന്ന ആ ഒരു സ്ഥലം, അതാണ് പോർട്ട് കേട്ടോ. കൺല ഈസ് മേജർ പോർട്ട് ഇൻ ദിസ് റീജിയൻ. പോർട്ടൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ, കടൽ ഭാഗത്ത് വണ്ടികൾ, അതായത് കപ്പലുകൾ അതിന് സാധനം ഇറക്കാനും സാധനങ്ങൾ കയറ്റാനൊക്കെ എന്താ പറയുക നിർത്തുന്ന ആ ഒരു പ്രദേശത്തിന് പറയുന്ന പേരാണ് പോർട്ട്. ഓക്കെ, കൺല ഈസ് മേജർ പോർട്ട് ഇൻ ദിസ് റീജിയൻ. ഓക്കെ, അഹമ്മദാബാദ് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ദിസ് റീജിയൻ. അവിടുത്തെ ഏറ്റവും വലിയ സിറ്റി ഏതാണ്? അഹമ്മദാബാദാണ്. അതൊക്കെ ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ദ ഗുജറാത്ത് കോസ്റ്റ് ലൈസ് ബിറ്റ്വീൻ ദ ഗൾഫ് ഓഫ് കഞ്ചച്ച് ആൻഡ് ഗൾഫ് ഓഫ് കമ്പത്ത്. ഇതിന് രണ്ടിന് ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ദിസ് സോയിൽ ഈസ് വെരി ഫെർട്ടൈൽ. ദ ജോവർ, ബജ്ര, വീറ്റ്, കോട്ടൺ, ഗ്രൗണ്ട്നട്ട് ആൻഡ് ടൊബാക്കോ ആർ ഗ്രോൺ ഹിയർ. Kandla is major port in this region. Ahmedabad is the largest city in this region. Okay. Second one, Konkan coast. At the Konkan coast down. The Konkan coast stretches from the Gulf of Kambat up to Goa. Gulf of Kambat മുതൽ ഗോവ വരെയാണ് എന്തുള്ളത് ഈ ഒരു കോസ്റ്റ് ഉള്ളത്, കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, സ്ട്രെച്ചസ് മീൻസ് വ്യാപിക്കുക. ഓക്കെ, ദ കോസ്റ്റ് ലൈൻ ഹിയർ ഈസ് നാരോ ആൻഡ് റോക്കി. ഓക്കെ, കോസ്റ്റ് ലൈൻ എന്താണ്? നാരോ ആൻഡ് റോക്കി, നല്ല കല്ലും പാറകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് തീരപ്രദേശം. കോസ്റ്റ് ലൈന് അവിടെ നല്ല പാറകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ലൈറ്റ് ഹൗസസ് ഹാവ് ബീൻ ബിൽറ്റ് എലോങ് ദ കോസ്റ്റ് ടു വാം ഷിപ്പ് ആൻഡ് ദർ ആർ റോക്സ് ഇൻ ദിസ് വാട്ടർ. ഓക്കെ, അവിടെ നിന്ന് തീരപ്രദേശത്ത് എന്തുണ്ട്? ലൈറ്റ് ഹൗസുകളുണ്ട്. എന്തിനാണ്? ഇവിടെയൊക്കെ കല്ലുകളുണ്ട്, പാറകളുണ്ട് എന്നുള്ളത് വരുന്ന ഷിപ്പുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഷിപ്പുകൾക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ റെഡ് ലൈറ്റും റെഡ് ഫ്ലാഗൊക്കെ ഉണ്ടെങ്കിൽ ഷിപ്പുകൾ അങ്ങോട്ട് വരില്ല. അതിന് വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് ഹൗസസ് ഉണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര, ഗോവ ആൻഡ് കർണാടക ലൈ ഓൺ ദ കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, മഹാരാഷ്ട്രയും കർണാടക ഗോവയൊക്കെ എവിടെയാണ്? ഈ കൊങ്കൺ കോസ്റ്റിലാണ്. ഓക്കെ, ലൈറ്റ് ഹൗസസ് ഹാവ് ബീൻ ബിൽഡ് അലോങ് ദ കോസ്റ്റ് ടു വാം ഷിപ്പ് ദാറ്റ് ദർ ഇസ് റോക്സ് ഇൻ ദ വാട്ടർ. കല്ലുണ്ടെന്ന് അറിയിക്കാം, പാറകളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസസ് ഉണ്ട്. മുംബൈ ഈസ് ദ ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ആൻഡ് അവർ കൺട്രീസ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, മുംബൈ എവിടെയാണുള്ളത്? ഈ കൊങ്കൺ കോസ്റ്റിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അവർ കൺട്രീസ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ള മുംബൈ സ്ഥിതി ചെയ്യുന്നത് ഈ കൊങ്കൺ കോസ്റ്റിലാണ്. ഓക്കെ, ദ കൊങ്കൺ കോസ്റ്റ് ഈസ് റിച്ച് ഇൻ ഓയിൽ ഡെപ്പോസിറ്റ്. ഓക്കെ, ഓയിൽ ഡെപ്പോസിറ്റിൽ അടിപൊളിയാണ്, റിച്ച് ആണ് ഇത് ഈ കൊങ്കൺ കോസ്റ്റ്. മെനി ഓയിൽ വെൽസ് ഹാവ് ബീൻ ഡഗ് നിയർ ദ മുംബൈ കോസ്റ്റ്. ഇതിന് മുംബൈ കോസ്റ്റിൻ്റെ അടുത്തായിട്ട് ഒരുപാട് എന്താ പറയുക ഓയിൽ വെൽസ് ഡഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മലബാർ കോസ്റ്റ്. അവസാനത്താണ് മലബാർ കോസ്റ്റ്. നമ്മൾ 3 വെസ്റ്റേൺ കോസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സൗരാഷ്ട്ര കോസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് കൊങ്കൺ കോസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മലബാർ കോസ്റ്റ്. ഓക്കെ, ദ മലബാർ കോസ്റ്റ് എക്സ്റ്റെൻഡ് ഫ്രം ഗോവ ടു കന്യാകുമാരി. ഗോവ മുതൽ കന്യാകുമാരി വരെയാണ് ഈ ഒരു കൊങ്കൺ കോസ്റ്റ് മലബാർ കോസ്റ്റ് ഉള്ളത്. കേരള ലൈസ് ഓൺ ദി മലബാർ കോസ്റ്റ്. കേരള ഈ മലബാർ കോസ്റ്റ് ആണുള്ളത്. ഓക്കെ, ഇറ്റ് ഹാവ് സെവറൽ ലഗൂൺസ്. ഓക്കെ, ലഗൂൺസ് മീൻസ് നമ്മളെ കായലുകൾ, അങ്ങനത്തെ കടലുകളല്ലാത്ത അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കിയുള്ള കായലുകൾ പോലുള്ള സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ലഗൂൺസ്. ഓക്കെ, ദീസ് ആർ സ്മോൾ ആൻഡ് ഷാലോ സാൾട്ട് വാട്ടർ ലേക്സ്, പോൺസ് ആൻഡ് കട്ട് ദംസെൽസ് ഓഫ് ടു മെയിൻ സീ. ഓക്കെ, കടലിൽ നിന്ന് വരുന്ന എന്താ പറയുക അടുത്ത വെള്ളം അങ്ങനെ കടലിൽ ഇങ്ങനെ എന്താ പറയുക ഒരേ രീതിയിൽ ഇങ്ങനെ നിൽക്കും. കായലുകൾ നമുക്കറിയാം അല്ലേ, കടലിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ത്? കായലുകൾ. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. സ്മോൾ ഓക്കെ ആൻഡ് ഷാലോ സാൾട്ട് വാട്ടർ, ഉപ്പുവെള്ളമായിരിക്കും. ഓക്കെ, ലേക്സ് ഓർ പോൺസ് ദാറ്റ് കട്ട് ദംസെൽസ് ഓഫ് ദ മെയിൻ സീ. കടലിലേക്ക് എത്തുന്നതോട് കൂടി ഇത് കട്ട് ചെയ്യണം, അത് കടലിലേക്ക് ഇതാണ് കൂടിച്ചേരുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ദി ലഗൂൺസ് ആർ കണക്റ്റഡ് വിത്ത് വൺ അനദർ ബൈ കനാൽസ്. ഓക്കെ, ഇതൊക്കെ ഓരോ കനാലുകൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കൂടിച്ചേരുകയാണ്. ഓക്കെ, കനാലുകൾ വഴിയാണ് കേട്ടോ. ദ ലഗൂൺസ് ആർ കണക്റ്റഡ് വിത്ത് വൺ അനദർ ബൈ കനാൽസ്. ദീസ് കനാൽസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്. ഓക്കെ, ഈ കനാലുകളൊക്കെ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കനാലുകളെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് രണ്ടും കണക്ട് ചെയ്ത് കനാലാണ്. അപ്പോൾ ഇവർ കൊണ്ടുപോകണമെങ്കിൽ ആ കനാൽ വഴി ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഷിപ്പായിരുന്നു ഏറ്റവും മെയിൻ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഈ റോഡുകളും അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു
എന്ത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ദ ക്ലൈമറ്റ് അലോങ് ദ മലബാർ കോസ്റ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, അവിടുത്തെ ക്ലൈമറ്റ് ആണ്. ദ ക്ലൈമറ്റ് അലോങ് ദ മലബാർ കോസ്റ്റ് ഈസ് ഹോട്ട്, നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമിഡ് നിറഞ്ഞ എന്താ പറയുക രണ്ടും ഇല്ല ആ ഒരു കാലാവസ്ഥയാണ് ത്രൂ ഔട്ട് ദ ഇയർ. വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. ഇറ്റ്സ് റെയിൻസ് ഹെവിലി ഡ്യൂറിങ് ദ മൺസൂൺ, മൺസൂൺ വരുന്ന സമയത്ത് നല്ല മഴയും പെയ്യാറുണ്ട്. ഓക്കെ, പീപ്പിൾ ഹിയർ ഗ്രോ റൈസ്, കോഫി, ബനാനാസ്, ഷുഗർ കെയിൻ, ക്ലോവ്സ്, കാഷ്യൂ നട്ട്സ്, പെപ്പർ ആൻഡ് ടുബാക്കോ. കോക്കനട്ട് ട്രീസ് ക്യാൻ ബി സീൻ ഓൾ അലോങ് ദ മലബാർ കോസ്റ്റ്. ഓക്കെ, കോക്കനട്ട് ട്രീസ് അതായത് ഈ സംഭവങ്ങൾ പറഞ്ഞതൊക്കെ കാണാറുണ്ട്. എന്നൊക്കെ റൈസ്, കോഫി, ബനാന, ഷുഗർ കെയിൻ, ക്ലോവ്സ്, കാഷ്യൂ നട്ട്സ്, പെപ്പർ ആൻഡ് ടൊബാക്കോ ഇതൊക്കെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കോക്കനട്ട് ട്രീസ് ക്യാൻ ബി സീൻ എലോങ് ദ മലബാർ കോസ്റ്റ്. മലബാർ കോസ്റ്റ് എന്തും കാണാറുണ്ട് കോക്കനട്ട് ട്രീസ് അതായത് തെങ്ങുകളും ഒരുപാട് നമുക്കറിയാം തീരപ്രദേശങ്ങളോട് തെങ്ങുകൾ നമ്മളിങ്ങനെ കാണലുണ്ട് അല്ലേ, നമ്മൾ കടപ്പുറത്തേക്ക് പോയാലും. ഫിഷിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് റീജിയൻ. അവിടുത്തെ ആളുകളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിഷിംഗ് ആണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുമില്ല, ജസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു, പിന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പറഞ്ഞു. അതിൽ 3 കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, സൗരാഷ്ട്ര കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. ഇതിന് ഓരോന്നിനെയും കുറിച്ച് നമ്മൾ ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുക പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വെച്ചിട്ട് ഓരോന്നിലും ഓരോ സെൻറ്റൻസെങ്കിലും ശരിക്കും പഠിക്കുക. ഇത് എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത്, അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അങ്ങനത്തെ എന്താ പറയുക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഐ എം കൺക്ലൂഡിങ് മൈ ക്ലാസ്. താങ്ക് യു.